ഞാൻ ചില ഹീറോകൾക്കൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ KL10 എന്ന പേരിലൊരു ഓഫ് റോഡ് ഡ്രൈവർമാരുടെ കൂട്ടായ്മയുണ്ട്. അവർ മലപ്പുറം സ്വദേശികളാണ്. അവർ ഈ ദുരന്തമുണ്ടായ വാർത്ത കേട്ട് സ്വമേധയാ ഇങ്ങോട്ട് വന്നതാണ്. ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നത് സാധാരണ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ഭൂപ്രകൃതിയാണ്. ചെളി നിറഞ്ഞ് കിടക്കുകയാണ്. ദുഷ്കരമായ സാഹചര്യമാണ്. ആ റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഓഫ് റോഡ് ജീപ്പുകൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ആ രക്ഷാപ്രവർത്തനം ദുഷ്കരമായ സമയത്ത് ഈ ജീപ്പുകളുമായി വന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരുടെ വണ്ടികൾ ഇവിടെയുണ്ട്, ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നോടൊപ്പം ഉണ്ട്. നിങ്ങൾ എവിടുന്നാണ്? ഈ ദുരന്തം അറിഞ്ഞ് എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് മലപ്പുറത്തു നിന്നാണ്. ഞങ്ങളൊരു ഓഫ് റോഡ് ക്ലബ്, KL10 ഓഫ് റോഡ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഇവിടെ മാത്രമല്ല, ഞങ്ങൾ ഇത് തുടങ്ങുന്നതിന്റെ മുന്നേ കരുവാരക്കുണ്ട് ഒരു മല ഇങ്ങനെ ഇടിയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 120 കുടുംബങ്ങൾ ഞങ്ങൾ പോയിട്ട് അവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ ഇവിടേക്ക് വന്നു. ആ സമയത്ത് ഞങ്ങൾ വണ്ടി ഇവിടേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സംഭവങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഞങ്ങൾ മുണ്ടേരി വനത്തിലേക്ക് പോയി. ഇവിടെ നിന്നുണ്ടായ ബാക്കി അവശേഷങ്ങളൊക്കെ അവിടെയാണ് പോകുന്നത്. ഞങ്ങൾ മുണ്ടേരി പോയി. അവിടെ കാടിന്റെ ഉൾവനത്തിൽ പോയിട്ട് ഒരുപാട് ബോഡികളും ശവശരീരങ്ങളുടെ ഭാഗങ്ങളും ഞങ്ങൾ വണ്ടിയിൽ റെസ്ക്യൂ ചെയ്തു. ആരെങ്കിലും റെസ്ക്യൂ ചെയ്യാൻ, ജീവനോടെ ആരെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞോ? ഇല്ല, ഞങ്ങൾക്ക് ഇത് അങ്ങനെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സംഘടനകളും ഞങ്ങളും ആയിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുള്ള മൃതശരീരങ്ങളും അവയവഭാഗങ്ങളും ഞങ്ങൾ പുഴയുടെ അക്കരെ നിന്നത് ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ ഞങ്ങൾ ഇക്കരയ്ക്ക് എത്തിച്ചിട്ട് ഞങ്ങൾ ആംബുലൻസിലേക്ക് കൈമാറിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ മുതൽ ഇവിടെ ഞങ്ങളുടെ ഏകദേശം 12 വണ്ടികളും മിഞ്ഞാന്നും ഇന്നലെയായിട്ട് ഇവിടെ ഈ നമ്മുടെ JCBയുടെയും ഹിറ്റാച്ചിയുടെയും ഓപ്പറേറ്റർമാർക്കുള്ള ഫുഡായിട്ടും പിന്നെ നിങ്ങളുടെ ഈ വാഹനത്തിന്റെ മുകളിൽ ഡ്രോൺ ഇരിക്കുന്നതാണ്. ഡ്രോൺ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും മുകളിലേക്ക് മനുഷ്യർക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഈ ഡ്രോൺ ഞങ്ങൾ മുകളിൽ എത്തിച്ചു കൊടുത്താൽ അവരവിടെ എന്തെങ്കിലും ഭാഗങ്ങൾ ഇനി മൃതദേഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് ഡ്രോൺ വഴി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രോൺ ഞങ്ങൾ വണ്ടിയുടെ മുകളിൽ കയറ്റി വെച്ചുള്ളത്. ഞങ്ങളിപ്പോൾ ഇതുവഴി മുകളിലേക്ക് ഏറ്റവും മുകളിലേക്ക് പോകും. അവിടുന്ന് നമുക്ക് റെസ്ക്യൂ ചെയ്യാനും പറ്റാത്ത സ്ഥലങ്ങളാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഡ്രോണും വഴി മുഖേന നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡ്രോൺ വഴി പോകുന്നത്. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനത്തെ ഒരു ജീപ്പ് ഡ്രോൺ വഴി പറയും. നമ്മള് 4 പേരാണ് ഡ്രോണിന്റെ ടീം. നമ്മൾ ഇവിടുന്ന് പാർട്സ് എല്ലാം ഇവിടെ എത്തിച്ചിട്ട് നമ്മള് മിനിമം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തെടുത്താണ്. ആ കൊട്ടയൊക്കെ നമ്മള് കണ്ണൂരിൽ നിന്ന് ഒരു അഖിൽ പുതുശ്ശേരി എന്ന് പറഞ്ഞൊരു ആളുണ്ട്. ആള് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാം അസംബിൾ ചെയ്താണ്. ഒരു ദിവസം രാത്രി ഇന്ന് അസംബിൾ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇന്നലെ ആ സൈഡായിരുന്നു നമ്മള് ഫുഡ് ഡെലിവറി ചെയ്ത് അതായത് ഡ്രോണില് ഫുഡ് ഡ്രോപ്പ് ചെയ്യാണ്. നമ്മൾ ആ കൊട്ടക്കകത്ത് ഫുഡ് വെച്ചിട്ട് നമുക്ക് റിമോട്ടിൽ ട്രിഗർ ഉണ്ട്. ട്രിഗറിൽ നമ്മൾ ഓണാക്കുമ്പോൾ ഡ്രോപ്പ് ആവാണ്. അത് വിഷ്വല് കാണിച്ചു തരാം. നമ്മളൊരു 100ഓളം പേർക്ക് ഇപ്പോൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോമീറ്റർ വരെയാണ് അതിന്റെ റേഞ്ച് വരുന്നത്. 10 കിലോ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അഗ്രികൾച്ചർ ഡ്രോൺ നമ്മൾ മോഡിഫൈ ആയിട്ടാണ് ഇങ്ങനെ ആക്കി വെച്ചത്. ദിവിഷ, ഇതുപോലെ ഇതാണ് ഞാൻ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണം എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഓഫ് റോഡ് ജീപ്പിൽ ഡ്രോണുകളുമായി മുകളിലേക്ക് പോയി അവിടെ നിന്ന് ഡ്രോൺ പറത്തി ഭക്ഷണം ഡ്രോപ്പ് ചെയ്യുക, ഫുഡ് പാക്കറ്റ്സ്, ഭക്ഷണങ്ങൾ അടങ്ങിയ പാക്കറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന കാര്യം കൂടി ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഉള്ള നിങ്ങളുടെ സേവനം കുറച്ചു ദിവസം കൂടി ഉണ്ടാവുമോ? എങ്ങനെയാ? തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ എന്തായാലും ഇവിടെ ഉണ്ടാവും. ഇവിടെ എന്താ വെച്ചാൽ നിലവിൽ ഞങ്ങൾ ഒരു ബാച്ച് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുണ്ടേരിയിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, കരുവാരക്കുണ്ടുണ്ട്. അപ്പൊ ഇന്നലെ വരെ ഞങ്ങൾ 5-6 വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പകരം ഞങ്ങൾ വന്നത്. ഞങ്ങൾ നാളെയും കൂടി ഉണ്ടാവും. അതിന് പകരം ക്ലബ്ബിൽ നിന്ന് തന്നെ വേറെ ആൾക്കാരും കൂടെ വരും. അങ്ങനെ മാറിയിട്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഓഫ് റോഡ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓഫ് റോഡ് ജീപ്പ് വാങ്ങിച്ച് അങ്ങനെ ഓഫ് റോഡ് പോകുന്ന യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ? അങ്ങനെയാണോ? ഇതാരും ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നൊന്നുമല്ല. ഞങ്ങളുടെ പാഷൻ കൊണ്ട് ഞങ്ങൾ ജീപ്പ് മേടിച്ച് ഞങ്ങൾ ബിൽഡ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഇതൊരു സാധാരണ 540 സാധാരണ ജീപ്പുമായി ബന്ധപ്പെടുത്താനേ പറ്റില്ല. ഇതിനകത്ത് ഫിഡിൽ ബ്രേക്ക്, ലോക്കർ, വിഞ്ച്, ഒരുപാട് സാധനം ഞങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും കുടുങ്ങാത്ത രീതിയിൽ സ്വയം കയറി പോരാൻ പാകത്തിനുള്ള രീതിയിൽ ബിൽഡ് ചെയ്തെടുത്ത വണ്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ കളക്ടറൊക്കെ നമ്മളെ വിവരം അറിയിച്ച് ഇവിടെ എത്താൻ പറഞ്ഞതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനത്തെ വണ്ടികളുള്ള ആൾക്കാർ ഇവിടെ എത്താൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഇത് വഴി ഈ ടയറുകളും ഇത്രയും പിക്കപ്പ് ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എവിടെയും കുടുങ്ങാതെ സ്വന്തം ഇനി എവിടെയും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സ്വന്തം റിക്കവർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വണ്ടിമ വിഞ്ചും ഉണ്ടാവും. ഏതെങ്കിലും മരത്തുമ്പോൾ കൊളുത്തിയിട്ടിട്ട് നമ്മൾ തന്നെ നമ്മളെ വലിച്ചു കയറ്റുന്ന രീതിയിലുള്ള ഒരു സജ്ജനം. അതുകൊണ്ടാണ് ഇതിന്റെ മുകളിലേക്ക് പോകാൻ ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയത്. ഞങ്ങളെ വണ്ടികളെ അവിടുന്ന് മലപ്പുറത്ത് വിളിച്ചു വരുത്താനും കാരണം. തീർച്ചയായും ദിവിഷ, ഇപ്പോ ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സ്വപ്നവും പാഷനും ഒക്കെയാണ്. അപ്പോൾ ഓഫ് റോഡ് ക്ലബ്ബ് അല്ലെങ്കിൽ ഓഫ് റോഡ് ജീപ്പ്
വാങ്ങിച്ച് ഓഫ് റോഡ് യാത്ര പോകുന്നു. അങ്ങനെയൊക്കെയുള്ള യുവാക്കളെ നമ്മൾ ഫ്രീക്കന്മാർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അവർക്ക് സാമൂഹ്യ ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ ചില ആളുകൾ വിമർശിക്കാറുണ്ട്. ഉയർന്ന സാമൂഹ്യ ഉത്തരവാദിത്വം കാണിച്ചുകൊണ്ട് ജീവനെ ചേർത്ത് പിടിക്കലാണ്, അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തിരിച്ചറിഞ്ഞ് സ്വമേധയാ വന്ന് ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഇങ്ങനെയുള്ള ധാരാളം ചെറുപ്പക്കാർ കൈകോർത്ത് പിടിച്ചാണ് കേരളം എന്നൊരു നാടുണ്ടാവുന്നത്. ഈ മനുഷ്യ സ്നേഹത്തിന്റെ മഹാമതിൽ കൊണ്ടാണ് നമ്മളൊക്കെ അതിജീവിക്കുകയും ചെയ്യുന്നത്.